ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയങ്ങളിലൊക്കെ വലിയ മഴയുണ്ടായിരുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകൾ കാര്യമായി ഉണ്ടായിരുന്നു. ഇത്തവണ അല്പമൊന്ന് മഴയുടെ ഒരു വൈകലുണ്ട്. ഈ തുടക്കത്തിലെ വേനൽ മഴയുടെ ഒരു വലിയ കാഠിന്യത്തിന് ശേഷം ഇത്രയും നാളെ വൈകിയതിനു ശേഷമാണ് ശക്തമായി കാലവർഷം പെയ്ത് തുടങ്ങിയത്. അതിന്റെ ഒരു തയ്യാറെടുപ്പൊക്കെ ആരംഭിച്ചു കാണും അല്ലേ? രഞ്ജിത്ത്, കുട്ടനാടിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ചിലയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സ്വാഭാവികമായും സാധാരണ മഴയ്ക്ക് തന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ. പക്ഷേ നമുക്കറിയാം, ഈ കഴിഞ്ഞ മഴയെ സംബന്ധിച്ചിടത്തോളം വേനലവധിക്ക് വന്ന മഴ അത് നല്ല കടുത്ത രീതിയിലുള്ള ഒരു മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കുന്ന ഒരു ഘട്ടം ഈ മഴയ്ക്ക് മൺസൂണിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ മൺസൂൺ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര കടുത്ത ഒരു മഴയിലേക്ക് ഇതുവരെ ആലപ്പുഴ ജില്ല കടന്നിട്ടില്ല. അങ്ങനെ ഒരു ഇന്നിപ്പോ ഗ്രീൻ അലർട്ടാണ് ജില്ലയിലുള്ളത്. അലർട്ട് ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഇന്നലെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടങ്ങളാണ് എല്ലാവരെയും ഭീതിയിലാഴ്ത്തുന്നത്. നമ്മൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞല്ലോ. ഇന്നലെ ആ ഒരു ഫയാസിന്റെ മരണവും ട്യൂഷന് പോയി മടങ്ങി വന്ന കുട്ടിയാണ് അത്തരത്തിൽ മതില് ഇടിഞ്ഞു വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രക്ഷകർത്താക്കളുടെയും ഒക്കെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യവും അപകടകരമായ സഞ്ചാരവും ഒക്കെ കണക്കിലെടുത്ത് തന്നെ പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഒഴുക്കുണ്ടല്ലോ, ആറുകളിലുമൊക്കെ നല്ല ഒഴുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ കടന്നു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അപകടകരവും ശ്രമകരവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടനാട് താലൂക്കിൽ ആദ്യം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് ചേർത്തലയിലേക്കും ആലപ്പുഴയിൽ വൈകിട്ട് 7 മണിയോടുകൂടി ആണ് ഈ കുട്ടിയുടെ മരണമൊക്കെ ഉണ്ടാകുന്നത്. അതോടുകൂടി ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ അത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. കുട്ടികളുടെ സഞ്ചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും, അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ജില്ലയിൽ അത്ര കണ്ട മറ്റ് എല്ലായിടങ്ങളിലും, അതായത് മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്നുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ മഴ പെയ്താൽ, നേരിയ മഴ പെയ്താൽ പോലും കുഴപ്പമുണ്ടാകുന്ന മേഖലകളിൽ 1-2 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ കിഴക്കൻ വെള്ളത്തിന്റെ ഒരു ഒഴുക്കിനനുസരിച്ചാണ് ഈ ക്യാമ്പുകളും പ്രദേശങ്ങളിൽ വെള്ളം ഉയരുകയൊക്കെ ചെയ്യുന്നത്. തലവടി അടക്കമുള്ള മേഖലകളിൽ നമ്മൾ രാവിലെ ബന്ധപ്പെട്ടപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അവിടെയാണ് ആദ്യം പലപ്പോഴും ആ മേഖലകൾ, പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലാണ് ആദ്യം വെള്ളം കയറുന്നത്. മറ്റൊന്ന് കൈനഗിരിയാണ്. അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ജലാശയങ്ങൾ കരകവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പരമാവധി പാടശേഖരങ്ങളിലൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇത് രൂക്ഷതയിലേക്ക് എത്തുക. തുടക്കം മുതൽ തന്നെ, അതായത് ഈ മൺസൂണിന്റെ തുടക്കം മുതൽ തന്നെ അത്ര കണ്ട ഒരു വലിയ മഴ ആലപ്പുഴയിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടുള്ള മഴ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് രൂക്ഷമായ രീതിയിൽ ഒരു മഴ. പക്ഷെ ഇന്നലെ വൈകിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഒരു രൂക്ഷതയിലേക്ക്, അത്ര കണ്ട് രൂക്ഷതയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മാസം ഏറ്റവും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കടലാക്രമണ മേഖലകളിൽ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അപ്പർ കുട്ടനാട്ടിലെ ചില സ്കൂളുകളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് ആലപ്പുഴ ജില്ലയിലെ സാഹചര്യം. ഏതായാലും മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 28-ാം തീയതി MG യൂണിവേഴ്സിറ്റി നടത്താനിരുന്ന ചില പരീക്ഷകൾ, MG യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് നൽകുന്നുണ്ട്. അതേസമയം ഇന്നത്തെ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ഇന്നിപ്പോൾ രാവിലത്തെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മഴയുടെ കുറവാണ്. ഡാനി, നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് അരമണിക്കൂറായി. ഇപ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണല്ലോ അല്ലെ? മഴയൊന്നും കാര്യമായി പെയ്യുന്നില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലും സമാനമായി തന്നെയല്ലേ? ഒരു ആശ്വാസകരമായ കാലാവസ്ഥ അവധി പ്രഖ്യാപിച്ച ഈ ദിവസം എറണാകുളത്തുണ്ടെന്ന് കരുതാമോ ഈ ഘട്ടത്തിലെങ്കിലും? ഈ സമയം വരെയും അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല രഞ്ജിത്ത്. കാരണം വലിയ രീതിയിലേക്ക് മഴ വന്നിട്ടില്ല. ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വലിയ ഒരു മഴയിലേക്കൊന്നും ആ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ നമ്മൾ കരുതിയിരിക്കേണ്ട ഒരിടം എന്ന് പറയുന്നത് ഇവിടമാണ്, ഈ തീരദേശ മേഖലകളിലാണ്. തീരദേശ മേഖലകളിൽ കാര്യമായ വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം കടലാക്രമണം വളരെ രൂക്ഷമായ ഒരു അന്തരീക്ഷമാണ് വൈപ്പിൻ എടവനക്കാട് മേഖലകളിൽ ഉള്ളതെന്നാണ് അവിടേക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു അന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമാകുക, വിഷയങ്ങൾ സൃഷ്ടിക്കുക, അതെല്ലാം അവിടെ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരിടങ്ങൾ
ഈ തീരദേശ മേഖലകൾ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിലെ ഒരു അന്തരീക്ഷത്തിലുള്ളത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ മഴ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, പ്രത്യേകിച്ച് നഗരത്തിനകത്തും പുറത്തുമായി വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എടവനക്കാട്, അണിയൽ ബസാർ, അതോടൊപ്പം തന്നെ നായരമ്പലം തുടങ്ങിയിടങ്ങളിലെല്ലാം കടലാക്രമണം അതിൻ്റെ മുഴുവൻ വന്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളും വരും മണിക്കൂറുകൾ അവിടെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അവർ റോഡ് ഉപരോധിക്കും എന്നടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീരമേഖലകളിൽ കാര്യമായ വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കടലാക്രമണം മൂലമാണ്. അത് വിഷയങ്ങൾ ചെറുതല്ല, വളരെ പെട്ടെന്ന് പരിഹരിക്കാനും കഴിയുന്നതല്ല. കടൽഭിത്തി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതാണ്. അത് ആ രീതിയിൽ മാത്രമേ അവർക്ക് അവിടെ സ്വസ്ഥമായി കഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന കടലാക്രമണം മൂലം ഒരുപക്ഷെ വീടുകളിലുള്ള റോഡും എല്ലാം തന്നെ നിറയുന്നൊരവസ്ഥയുണ്ട്. വീടുകളിൽ വെള്ളം കയറാം, അവരെ മാറ്റിപ്പാർപ്പിക്കുക. അതാണ് അവിടെ കൂടുതൽ കരുതലോടെ ജില്ലാ ഭരണകൂടം അടക്കം അവിടെ ഇടപെടുന്നുണ്ട്. മറ്റിടങ്ങളിൽ സാധാരണ ഒറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന ഒരു നഗരമായിട്ട് കൊച്ചി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ നമ്മൾ മഴ കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ നഗരത്തിനകത്ത് കേന്ദ്രീകൃതമായിട്ട് വലിയ രീതിയിലേക്ക് മഴ ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 2 തവണയും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് കൊച്ചി നഗരത്തിൽ പ്രത്യേക ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു മേഘവിസ്ഫോടനത്തിന് സമാനമായ രീതിയിൽ മഴയുണ്ടായതുകൊണ്ടാണ്, മഴയുടെ അളവ് കൂടിയതുകൊണ്ടാണ് അങ്ങനെ അതിരൂക്ഷമായ രീതിയിലേക്ക് പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ ഏതായാലുമില്ല. മഴ ഉണ്ട്, പലയിടങ്ങളിലായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. അതിന് കൃത്യമായൊരു ഇടവേളകൾ ലഭിക്കുന്നതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് കൊച്ചി നഗരം. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ കുടയെടുക്കേണ്ട ഒരു ആവശ്യം കഴിഞ്ഞ അരമണിക്കൂറിലായിട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു 5 മണി മുതൽ തന്നെ ഏതാണ്ട് ഇതേ ഒരു അന്തരീക്ഷത്തിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഇടവേളകൾ ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം ലഭിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിലാണെങ്കിൽ ഓടകളെല്ലാം കഴിഞ്ഞ തവണ ഹൈക്കോടതി അടക്കം ഇടപെട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴുക്ക് സുഗമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ വാഹിനി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി മൂലം ജില്ലയിലെ കടന്നു പോകുന്ന പുഴകൾ, അതിൻ്റെ ഒരു കണക്ടിവിറ്റി അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിലേക്ക് കൂട്ടിമുട്ടുന്ന മുട്ടാർ പുഴയും എടപ്പള്ളിത്തോടും ചങ്ങാടപ്പൊക്കത്തോടും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്, പേരണ്ടൂർ കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി മഴവെള്ളം വലിയ രീതിയിൽ വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, അത് ഒഴുകിപ്പോകാവുന്ന രീതിയിലുള്ളൊരു കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം ഒരുപക്ഷെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. ഏതാണ് കൊച്ചിയിലെ സാഹചര്യമായി ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് 3 ദിവസം കൂടി കാലവർഷം അതിശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം.